അന്നത്തെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ അത് കുറച്ചൊക്കെ മുജാഹിദിൻ്റെ പരിപാടിയിലും കുഴപ്പമില്ല, ജമാഅത്തെ പരിപാടിയിലും കൂടുതലും കുഴപ്പമില്ല, നമ്മളവരെ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചാലും കുഴപ്പമില്ല, അവരെ ചെറിയ പരിപാടിക്ക് ഇവിടെ കൂട്ടിയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സമീപനം അന്ന് അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മൾ സുന്നത്ത് ജമാഅത്ത് നയിക്കാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. പ്രശ്നത്തിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കിയത് വളരെ കറക്റ്റാണെന്ന് പിൽക്കാലത്ത് തെളിയിച്ചു. ഇത് ചെറിയ വിഷയമല്ല, നിസ്സാരമായ വിഷയമല്ല. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ വളരെ വലിയ ദീർഘദൃഷ്ടിയുള്ള അള്ളാഹുവിൻ്റെ മാരിഫത്ത് കൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന മഹാപണ്ഡിതന്മാർ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശാഖയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിനെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ് വലിയ പണ്ഡിത സഭ വിളിച്ചു ചേർത്ത് ഔലിയാക്കളും ആരിഫീകളും സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് രൂപം കൊടുത്ത് ബിദ്അത്തിനെതിരെ വഹാബി പ്രസ്ഥാനത്തിലെ സന്ധിയില്ലാ സമരം നടത്തിയ വെറുതെയല്ല. അവരെ വളരാൻ അനുവദിച്ചാൽ ഈ ദീൻ വികൃതമാകും, ദീനിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഉയർത്തിപ്പിടിക്കുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഒരു കോംപ്രമൈസിനും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ആദർശധീരരായി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിന്റെ ആശയാദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനെന്ന് തെളിയിച്ചുകൊണ്ട്